ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി, പിന്നെന്താ ലേശം പെരുംജീരകം നിങ്ങളൊക്കെ ചേർക്കാറുണ്ടോ? ഒന്ന് കമൻ്റായിട്ടിടണേ. പെരുംജീരകം ചിലർക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. ഇതിൽ ചെറിയ മുട്ടയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർത്ത് നമ്മൾ ഇതിനെ ഒന്ന് പുരട്ടി ലേശം വെളിച്ചെണ്ണയൊക്കെ കുഴച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ പൊത്തി അടച്ചൊരു 10 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഈ മുട്ടയൊക്കെ ഇതിലുള്ളതുകൊണ്ടേ വറുക്കാനിടുമ്പോൾ, അത് പൊള്ളിക്കാനിടുമ്പോൾ അല്ലെങ്കിൽ പൊരിക്കാനിടുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ച് സമയം ഇത് വെച്ചേക്കാം കേട്ടോ. പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മീനിനെ ഇട്ട് കൊടുക്കാം. പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശ്രദ്ധിക്കണം, കൈ കൊള്ളാതെ തന്നെ. ഒരല്പനേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അത് സോസ് നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് വേണമെന്നില്ല, എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു നമുക്ക് പൊതിഞ്ഞെടുക്കാം. പ്ലേറ്റിലോട്ട് വെച്ച് ഇനി മൈക്രോവേവ് ചെയ്യാം. നമുക്ക് വയ്ക്കുക, അടയ്ക്കുക. മൈക്രോവേവിൽ നമ്മൾ 30 സെക്കൻഡ്സ് തൊട്ട് 45 സെക്കൻഡ്സ് വരെ വെക്കാവുന്നതേ ഉള്ളൂ. 45 സെക്കൻഡ്സ് വെച്ചാലും നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ 30 വയ്ക്കുന്നുള്ളൂ, എനിക്കതേ ആവശ്യമുള്ളൂ. ദശ കട്ടി കുറവുള്ള മീനല്ലേ ഇത്, അതുകൊണ്ട്. ഇപ്പം നിങ്ങൾ ഓർക്കും ഉള്ളിയൊക്കെ വഴറ്റിയൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന്. മീനിൻ്റെ ടേസ്റ്റൊക്കെ പോകാനും ആ മണമൊക്കെ പോകാനും ഒക്കെ മാത്രം ഉപകരിക്കുമെന്നേ ഉള്ളൂ ഈ ഉള്ളി വഴറ്റി അതിനകത്തൊക്കെ വയ്ക്കുന്നത്. ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചാൽ ആ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. കഴിച്ചു നോക്കാം. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അടിപൊളി. ഓ, നമുക്ക് ഈ റോട്ടിയും കൂടെ ചേർത്ത് കഴിച്ചു നോക്കാം. നല്ല പാകം എരിയും ഉപ്പും പുളിയും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. സത്യം പറയാതെ ഇത്രയും ടേസ്റ്റായിട്ട് ഞാൻ ഇലയിൽ പൊള്ളിച്ചത് പോലും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതൊന്ന് മൈക്രോവേവിൽ ചെയ്യുന്നത് നല്ലതാണ് തോന്നുന്നു. തൊട്ട് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുത്ത് ഒരു സവാള ഉള്ളിയുടെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചും കൂടെ എടുക്കട്ടെ. ഇനി കഴിച്ചു നോക്കട്ടെ. സൂപ്പർ കേട്ടോ. ട്രൈ ചെയ്താൽ മറക്കരുത്. അസാധ്യ സ്വാദാണ് കേട്ടോ.